ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ എക്സാലോജിക് വിവാദം വിശദീകരിക്കാൻ പാർട്ടി കേഡറുകളെ ശക്തമാക്കി സിപിഎം. തിരഞ്ഞെടുപ്പ് അടുത്തതിനാൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം തുടർച്ചയായിട്ടുണ്ടാകും. അത് വലിയ വാർത്തയായി വരികയും ചെയ്യും. ജനങ്ങളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ഇത്തരം ശ്രമങ്ങളെ കൃത്യമായി ഇടപെട്ട് തടയാൻ ഓരോ പാർട്ടി അംഗവും ശ്രമിക്കണമെന്നാണ് പാർട്ടി നേതൃത്വത്തിന്റെ ആവശ്യം. ഇത് പുതിയ ചർച്ചകൾക്കും വഴിവെക്കുന്നുണ്ട്. വീണ വിജയന് വേണ്ടി പാർട്ടി ശില്പശാലകളിലും വാദങ്ങൾ ഉയരുന്നുണ്ട്. കേസ് രാഷ്ട്രീയ പ്രേരിതം മാത്രമാണ് എന്നും കണക്കിൽ മാത്രമാണ് തർക്കമെന്നുമാണ് ചർച്ചകളിൽ നേതാക്കൾ പറയുന്നത്. കോടിയേരിയുടെ മക്കൾക്ക് കിട്ടാത്ത പരിഗണന മാസപ്പടി വിവാദത്തിൽ വീണ വിജയന് കിട്ടുന്നത് എങ്ങനെയെന്ന് ജനം ചോദിച്ചാൽ എന്തു പറയണം? കരിമണൽ കമ്പനിയുമായി എക്സാലോജിക്കിന്റെ ഇടപാട് എന്താണ്? ആദായ നികുതി ഇന്ററിംഗ് സെറ്റിൽ ബോർഡ് ഉത്തരവ് മുതൽ വീണ വിജയനെതിരെ ഒടുവിലത്തെ SFIO അന്വേഷണത്തിന്റെ സാങ്കേതികത എങ്ങനെ വിശദീകരിക്കണം തുടങ്ങിയവയ്ക്കെല്ലാം പാർട്ടി മറുപടി കണ്ടെത്തി കഴിഞ്ഞു. ഇതാ അണികളെ ബോധ്യപ്പെടുത്താനും തുടങ്ങി. ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുൻനിർത്തി കേന്ദ്രീകൃതവും അതേസമയം വിപുലവുമായ പ്രചരണ പരിപാടികളാണ് CPI ലക്ഷ്യമിടുന്നത്. 30,000 പേരടങ്ങുന്ന പാർട്ടി കേഡർ ഇതിനകം സംസ്ഥാനത്ത് സജ്ജമാണ്. ജില്ലാ മണ്ഡല തലങ്ങളിൽ ബ്രാഞ്ച് സെക്രട്ടറിമാർ വരെയുള്ളവർക്ക് പ്രത്യേക ശില്പശാല നടത്തി പരിശീലനം നൽകുന്നു. ഇതിൽ അണികൾ ചില സംശയങ്ങളും ഉയർത്തുന്നു. വീണയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മറുചോദ്യങ്ങൾ വിലക്കുന്നുവെന്ന ചർച്ചകളും പൊതുസമൂഹത്തിൽ നിറയുന്നുണ്ട്. പാർട്ടിയുടെ അതിവിശ്വസ്തരാണ് ചർച്ചകളിൽ പങ്കെടുക്കുന്നത്. പരസ്യ പ്രചരണവും വീണ വിജയന് വേണ്ടി നടത്താൻ ആലോചനയുണ്ട്. വീണ വിജയന്റെ കമ്പനിയുമായി ബന്ധപ്പെട്ട ആരോപണത്തിന് ജില്ലാ മണ്ഡലം തലങ്ങളിലായി ബ്രാഞ്ച് സെക്രട്ടറിമാർ വരെയുള്ളവർക്കായി നടത്തുന്ന ശില്പശാലയിൽ CPM നൽകുന്ന വിശദീകരണം പുതിയ ചർച്ചയായി മാറുകയാണ്. മാസപ്പടി എന്ന പ്രയോഗം മാധ്യമ സൃഷ്ടിയാണ്. 2 കമ്പനികൾ കരാറുണ്ടാക്കി നൽകുന്ന തുകയെ മാസപ്പടി എന്ന് വിശേഷിപ്പിക്കുന്നത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ളതും കൃത്യമായ അജണ്ടയുടെ അടിസ്ഥാനത്തിലുമാണ്. കരിമണൽ കമ്പനി ആദായ നികുതി വകുപ്പിന് നൽകിയ കണക്കുകൾ സംബന്ധിച്ചാണ് തർക്കമുണ്ടായത്. നൽകിയ ചെലവുകൾ അംഗീകരിക്കുന്നതിലെ തർക്കമാണ് ആദായ നികുതി ഇന്ററിയം സെറ്റിൽമെന്റ് ബോർഡ് പരിശോധിച്ചത്. അതിൽ നികുതി ഈടാക്കുകയോ പിഴ ചുമത്തുകയോ ചെയ്യാമെന്നും CPI വിശദീകരിക്കുന്നു. പക്ഷേ വീണയുടെ കമ്പനിക്ക് പണം നൽകിയത് രാഷ്ട്രീയ സ്വാധീനമുള്ള വ്യക്തിയുടെ മകളായതുകൊണ്ടാണ് എന്ന് എഴുതി വച്ചത് ഗൂഢ ഉദ്ദേശത്തോടെയുള്ളതാണ്. കേന്ദ്രത്തിന്റെ രാഷ്ട്രീയ ലക്ഷ്യം ഇതിലുണ്ട്. കോടിയേരിയുടെ മകനെതിരെ ഉയർന്നത് മയക്കുമരുന്ന് സംബന്ധിച്ച കേസാണ്. ഇത് ശരിയായാലും തെറ്റായാലും പാർട്ടിക്ക് ഇടപെടുന്നതിൽ പരിമിതിയുണ്ട്. അത് കോടിയേരിക്ക് ബോധ്യമായതുകൊണ്ടാണ് മകൻ ഒറ്റയ്ക്ക് കേസ് നിയമപരമായി നേരിടണമെന്ന് വ്യക്തമാക്കിയത്. വീണയ്ക്കെതിരെ കേസ് ഉയർത്തിക്കൊണ്ടുവരുന്നത് മുഖ്യമന്ത്രിയെ ലക്ഷ്യമിട്ടാണ് എന്ന് വ്യക്തമാണ്. അതുകൊണ്ടാണ് പാർട്ടി തുടക്കം മുതലേ പ്രതിരോധിച്ചത്. മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്ക് പാർട്ടി സംരക്ഷണം ഒരുക്കുന്നു എന്ന രീതിയിലല്ല ഇതിനെ കാണേണ്ടത്. PB അംഗമായ മുഖ്യമന്ത്രിയെയും ഇടതുപക്ഷ സർക്കാരിനെയും ആക്രമിക്കുവാനുള്ള രാഷ്ട്രീയ നീക്കമാണ് ഇത് കാണേണ്ടത്. ഇതാണ് മറുപടി. ഈ മറുപടിയൊക്കെ സാധാരണക്കാരന് ദഹിക്കുമോ സഹാക്കളെ? വീണ വിജയൻ എന്ത് സേവനത്തിനാണ് പണം വാങ്ങിയത്? ലളിതമായ ചോദ്യം. അതിന് മാത്രം നിങ്ങളൊന്ന് ഉത്തരം പറഞ്ഞേ. ബാക്കി കാര്യങ്ങളൊക്കെ മാറ്റിവെക്കാം. കോടിയേരി ബാലകൃഷ്ണന്റെ മകനോടും VS അച്യുതാനന്ദന്റെ മകനോടുമൊക്കെ നിങ്ങൾ കാണിച്ച കൊള്ളരുതായ്മകളും നിങ്ങൾ കാണിച്ച വേർതിരിവുകളുമൊക്കെ കേരളത്തിലെ ജനങ്ങൾ മറക്കും. ലളിതമായ ഒരു ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറഞ്ഞാൽ മതി. എന്ത് സേവനത്തിനാണ് കരിമണൽ കർത്തയിൽ നിന്ന് വീണ വിജയൻ 1.72 കോടി രൂപ വാങ്ങിയത്? നിസാരം. പക്ഷെ ഉത്തരം വളരെ വലുതാണ്. അത് പറഞ്ഞാൽ നിങ്ങളിൽ പലരും പെടും. പ്രത്യേകിച്ച് മുഖ്യന്റെ മകൾ അകത്തേക്കും പോകും. അത് പോകാനുള്ള വഴി SFIO തിരയുന്നുമുണ്ട്.